RDX അടുത്ത വിഷയത്തിലേക്ക്. ഞങ്ങൾ ബൗദ്ധരാണ്, സമാധാനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ഐക്യത്തിൻ്റെയും വക്താക്കളാണ്. അതിനർത്ഥം അനീതിയെ എതിർക്കരുത് എന്നാണോ? ബോധ്ഗയയിലെ മഹാബോധി ബുദ്ധവിഹാരത്തിൽ ഇരുന്ന് ബുദ്ധസന്യാസിമാരും അനുയായികളും വിളിച്ചു ചോദിക്കുകയാണ്. ബാബറി മുതൽ ഗ്യാൻവ്യാപി വരെ നീളുന്ന ഈ മഹാരാഷ്ട്രത്തിലെ ആരാധനാലയ തർക്കങ്ങൾക്കിടയിലെ ഒച്ചയില്ലാത്ത ഒരു വിലാപമാണിത്. ബുദ്ധൻ ജ്ഞാനോദയം നേടി പ്രബുദ്ധനായ മഹാബോധി വിട്ടുകിട്ടണമെന്നാണ് ഈ സമരക്കാർ പറയുന്നത്. ബുദ്ധസന്യാസിമാരും വിശ്വാസികളും ചരിത്ര സാക്ഷ്യങ്ങൾ കാട്ടി നീതി ചോദിക്കുന്നു. ബുദ്ധവിഹാരത്തെ ക്ഷേത്രമാക്കി വിഗ്രഹാരാധന നടത്തുന്നതിലെ യുക്തിയില്ലായ്മയെ അവർ ചോദ്യം ചെയ്യുന്നു. എന്താണ് ബോധ്ഗയയിൽ സംഭവിക്കുന്നത്? ബുദ്ധവിശ്വാസികളുടെ പ്രതിഷേധത്തോട് നിതീഷ് കുമാർ സർക്കാരിന്റെ സമീപനം എന്താണ്? നോക്കാം 59 സെക്കൻഡിൽ. VHP അടക്കമുള്ള ഹിന്ദു സംഘടനകൾ മഹാബോധിയിൽ കൈയാളുന്ന നിയന്ത്രണത്തിനെതിരെ ഫെബ്രുവരി 12 മുതൽ ബുദ്ധമത അനുയായികൾ പ്രതിഷേധത്തിലാണ്. ശ്രീബുദ്ധനൊപ്പം അംബേദ്കറിന്റെയും ചിത്രങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം. മഹാബോധിയെ ക്ഷേത്രമെന്ന് വിളിക്കുന്നതിൽ തന്നെ അവർക്ക് എതിർപ്പുണ്ട്. പക്ഷേ വിഗ്രഹാരാധനയും പൂജയും അടക്കം മഹാബോധി ഇപ്പോഴും പൂർണ്ണമായും ഹിന്ദു ആരാധന സമ്പ്രദായത്തിലും കമ്മിറ്റിയിലെ ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ നിയന്ത്രണത്തിലുമാണ്. ഇതിനെല്ലാം വഴിയൊരുക്കിയ 1949 ബീഹാർ സർക്കാർ പാസാക്കിയ ബോധ്ഗയ ക്ഷേത്ര നിയമം പിൻവലിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. ബുദ്ധവിഹാരത്തിൽ ഹിന്ദു ഭൂരിപക്ഷ കമ്മിറ്റിക്ക് ഭരണാധികാരം നൽകുന്ന നിയമം പിൻവലിക്കും വരെ പിന്നോട്ടില്ലെന്നാണ് നിലപാട്. നിതീഷ് കുമാർ സർക്കാരിന് സമരത്തോട് അനുകൂല നിലപാടില്ല. ഒരിക്കൽ പോലും സർക്കാർ ബൗദ്ധരോട് അനുഭാവത്തോടെ പെരുമാറിയില്ല. ബുദ്ധസന്യാസിമാരെ പോലീസിനെ ഇറക്കി വിരട്ടാൻ ശ്രമിച്ചതോടെ സമരം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് അവർ. RDX റാപ്പ് ന്യൂസ് മലയാളം. വളരെ പെട്ടെന്ന് നമുക്ക് മഹാബോധിയുടെ പ്രാധാന്യം എന്താണെന്ന് പരിശോധിക്കാം. 2500 വർഷം മുൻപ് ശ്രീബുദ്ധൻ ജ്ഞാനോദയം നേടിയ ബോധിവൃക്ഷം നിലനിന്ന പ്രദേശമാണിത്. ബുദ്ധമത ജന്മസ്ഥലമായും പ്രധാന തീർത്ഥാടന കേന്ദ്രമായും പരിഗണിക്കപ്പെടുന്നത്. സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലെ ബോധ്ഗയയിലാണ്. മഹാബോധി ക്ഷേത്രമെന്ന് ഹിന്ദുക്കൾ പറയുന്നു, ക്ഷേത്രമല്ല വിഹാരമാണ് എന്ന് ബുദ്ധമതക്കാർ പറയുന്നു. ബുദ്ധമതത്തിൽ ക്ഷേത്രസങ്കല്പം ഇല്ല എന്ന് ബുദ്ധവിശ്വാസികൾ പറയുന്നു. 2002 ജൂൺ 29 മുതൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള സ്ഥലമാണ്. മഹാബോധിയുടെ ചരിത്രം എന്താണെന്ന് നോക്കാം. മഹാബോധി മഠം നിർമ്മിച്ചത് BC 260 അശോക ചക്രവർത്തിയാണ്. പിന്നീടുള്ള വർഷങ്ങളിൽ നോക്കി നടത്തിയത് അശോകന്റെ അനുയായികളാണ്. 13-ാം നൂറ്റാണ്ടിൽ ഖിൽജി രാജവംശം ഈ പ്രദേശമെല്ലാം ആക്രമിച്ചു. ബുദ്ധമത അനുയായികൾ ബോധ്ഗയ ഉപേക്ഷിച്ചു പോകാൻ നിർബന്ധിതരായി. 1590 അക്ബറിന്റെ കാലത്ത് ഹിന്ദു സന്യാസികൾ നിയന്ത്രണം ഏറ്റെടുത്തു. 19-ാം നൂറ്റാണ്ട് മുതൽ മഹാബോധി തിരിച്ചുപിടിക്കാൻ ബുദ്ധരുടെ ശ്രമം നടക്കുകയാണ്. ബ്രിട്ടീഷുകാർ മഹാബോധി പുനരുദ്ധാരണ പദ്ധതികൾ നടപ്പിലാക്കി. 1903 അവകാശ തർക്കത്തിൽ കഴ്സൺ പ്രഭു ഒത്തുതീർപ്പിന് ശ്രമിച്ചു, പക്ഷേ വിജയിച്ചില്ല. എന്താണ് ബോധ്ഗയ ക്ഷേത്ര നിയമം എന്ന് നോക്കാം. വളരെ പെട്ടെന്ന് 1949 ബീഹാർ സർക്കാർ ബോധ്ഗയ ക്ഷേത്ര നിയമം പാസാക്കി. ഇതുപ്രകാരം നടത്തിപ്പ് ചുമതല ബോധ്ഗയ ക്ഷേത്ര മാനേജ്മെന്റ് കമ്മിറ്റിക്കാണ്. ജില്ലാ മജിസ്ട്രേറ്റ് മേധാവി, 4 ഹിന്ദുക്കളും 4 ബുദ്ധമത വിശ്വാസികളും അംഗങ്ങൾ. സ്ഥിരമായി ജില്ലാ മജിസ്ട്രേറ്റായി വരുന്നത് ഹിന്ദു. ഇതോടെ കമ്മിറ്റിയിൽ ഹിന്ദു ഭൂരിപക്ഷമാണ്. മജിസ്ട്രേറ്റ് ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദുവായ ഒരാളെ കൂടി നിയമിക്കാനും അനുമതി. ഈ നിയമം റദ്ദാക്കണമെന്നാണ് ബുദ്ധവിശ്വാസികളുടെ നിരന്തര ആവശ്യം. ഹിന്ദു സംഘടനകളുടെ വാദം എന്താണെന്ന് കൂടി നോക്കാം. ബോധ്ഗയയുടെ അവകാശം ഹിന്ദുക്കൾക്കാണ്. ശ്രീബുദ്ധൻ മഹാവിഷ്ണുവിന്റെ 9ാം അവതാരമാണ്. ബുദ്ധമതക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥനയ്ക്കായി വരാം. 4 ബുദ്ധമതക്കാരെ ഉൾപ്പെടുത്തിയത് ഹിന്ദു സമൂഹത്തിന്റെ ഉദാരതയാണ്. നിയമം പിൻവലിച്ചാൽ അവകാശം പൂർണ്ണമായി ഹിന്ദുക്കൾക്കായി മാറും. സ്വാതന്ത്ര്യം നേടുമ്പോൾ ക്ഷേത്രം കൈകാര്യം ചെയ്തിരുന്നത് ഹിന്ദുക്കളാണ്. ബുദ്ധവിശ്വാസികളുടെ വാദം എന്താണെന്ന് കൂടി നോക്കാം. കമ്മിറ്റിയിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കൾക്ക്. BTA നിയമം പിൻവലിക്കണം. പൈതൃകം തിരിച്ചറിഞ്ഞ ബുദ്ധന്റെ പിൻഗാമികൾക്ക് മഹാബോധി വിട്ടു നൽകണം. ബുദ്ധൻ എതിർത്ത ആചാരങ്ങളും പൂജകളും VHP ഇപ്പോൾ നടപ്പിലാക്കുകയാണ്. ക്ഷേത്ര നടത്തിപ്പിന് കൂടുതലായി ബ്രാഹ്മണരെ കൊണ്ടുവരുന്നതിലും എതിർപ്പുണ്ട് എന്നവർ പറയുന്നു. ഇനി ലാലു പ്രസാദ് യാദവിന്റെ ഇടപെടൽ. 1992 മഹാബോധി പൂർണ്ണമായും ബുദ്ധർക്ക് വിട്ടുകൊടുക്കാനുള്ള നീക്കമായിരുന്നു. ആരാധനാലയ ഭരണം ബുദ്ധർക്ക് നൽകുന്നതിനായി ബില്ല് കൊണ്ടുവന്നു. ഹിന്ദു വിഗ്രഹങ്ങൾ പൂർണ്ണമായി മാറ്റാനായിരുന്നു ശുപാർശ. ബില്ല് നിയമമാകും മുൻപ് ലാലുവിന്റെ ഭരണം അവസാനിച്ചു. നിതീഷ് സർക്കാർ ഇപ്പോൾ ആർക്കൊപ്പമാണ്? ഹിന്ദുക്കളുടെ ആവശ്യത്തിന് വഴങ്ങി നിയമം പരിഷ്കരിക്കാതെ ഇരിക്കുകയാണ് നിതീഷ് കുമാർ. ഹിന്ദുക്കളെ കൈവടിഞ്ഞാലുള്ള രാഷ്ട്രീയ തിരിച്ചടിയിൽ നിതീഷ് കുമാറിന് ഭയമുണ്ട്. സഖ്യകക്ഷിയായ BJPയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുമുള്ള ശ്രമമുണ്ട്. 13 വർഷമായി സുപ്രീം കോടതിയിലുള്ള ഹർജിയിലും ഇതുവരെ വാദം കേട്ടിട്ടില്ല. ഫെബ്രുവരി 12 മുതൽ മഹാബോധിയിൽ ബുദ്ധസന്യാസിമാർ പ്രതിഷേധത്തിലാണ്. ഫെബ്രുവരി 27 ബുദ്ധർക്കെതിരെ പോലീസിന്റെ നടപടിയുണ്ടായതോടെ പ്രതിഷേധം ശക്തമായി. സനീഷ്, ഏതാണ്ട് 84,000 അശോക സ്തംഭങ്ങൾ രാജ്യത്ത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഹിന്ദു മതത്തിന്റെ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ ബുദ്ധ വിഹാരങ്ങൾ ആ നിലയ്ക്ക് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ബുദ്ധമതാനുയായികൾ പറയുന്നത്. മാത്രമല്ല ഹ്യുയാൻ സാങ്ങിന്റെ അടക്കം രേഖകളിൽ ഇത് കൃത്യമായി
അവരുടെ സഞ്ചാര രേഖകളിൽ ഇത് ബുദ്ധ വിഹാരമായിരുന്നു എന്ന് തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മറ്റു പല ക്ഷേത്രങ്ങളിലും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് പോലെയോ മറ്റു പല ക്ഷേത്രങ്ങളുടെ മോസ്കുകളിൽ അവകാശവാദം ഉന്നയിക്കുന്നത് പോലെ പള്ളികളുടെ അവകാശവാദം ഉന്നയിക്കുന്നത് പോലെ അല്ല. ഇതിൻ്റെ രേഖകളുടെ ഒരു പിൻബലം ബുദ്ധമതക്കാർക്കുണ്ട്. ചരിത്രം അങ്ങനെ രേഖപ്പെടുത്തി പോകുന്നുണ്ട്. അവിടെയും ഈ ഒരു പ്രശ്നമുണ്ട്. ഇതിപ്പോൾ ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഈ ഒരു അവതാരമാണ്, മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ബുദ്ധൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല, ഹിന്ദുമതം ഞങ്ങളെ ആക്രമിച്ച് ഈ ബുദ്ധനെ ഏറ്റെടുത്തതാണ് എന്നുള്ളതാണ് ബുദ്ധമതക്കാർ ആരോപിക്കുന്നത്. ഇവിടെ എന്ത് സംഭവിക്കാനാണ്? ഇതിൽ ഹർഷൻ ഇതിനകത്ത് ഇല്ലാത്ത ചില കണക്കുകളുണ്ട്. അതായത് ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ മതമാണ് ബുദ്ധമതം. അത് പല ആളുകൾക്കും അങ്ങനെ ചിലപ്പോൾ മനസ്സിലാവില്ല. ക്രിസ്തുമതം ഏറ്റവും വലുത്, ഇസ്ലാം, ഹിന്ദുമതം, പിന്നെ ബുദ്ധമതമാണ്. അതായത് ഇന്ത്യയിൽ നിന്നുള്ള 2 മതങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മതങ്ങളിൽ അവിടെയുണ്ട്. 4ാമത്തെ ലോകത്തെ ഏറ്റവും ജനസംഖ്യാടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ 4ാമത്തെ മതം. തായ്ലൻഡിൽ ജനസംഖ്യയുടെ 90% ബുദ്ധിസ്റ്റുകളാണ്. മ്യാൻമറിൽ 88%, ലാവോസിൽ 65%, കംബോഡിയയിൽ 95%, ശ്രീലങ്കയിൽ 70%. ചൈന, ജപ്പാൻ, വിയറ്റ്നാം, ദക്ഷിണ കൊറിയ, നേപ്പാൾ, ഭൂട്ടാൻ, ടിബറ്റ് എത്രയോ വിശ്വാസികളുണ്ട്. ഇവിടെ തന്നെയും ആകെ കൂടി 50 കോടിയോളം ജനസംഖ്യ ഉണ്ട്. ലോക ജനതയുടെ 7%-ഓളം ബുദ്ധിസ്റ്റുകളാണ്, ബുദ്ധമതക്കാരാണ്. പക്ഷേ ബുദ്ധമതത്തിൻ്റെ ചരിത്രം മുഴുവൻ ബുദ്ധമതത്തെ ഹിന്ദുമതം സ്വാംശീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ കൂടെ ചരിത്രമാണ്. ഈ യഥാർത്ഥത്തിൽ അന്ന് ഹിന്ദുമതം നിന്നിപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ബ്രാഹ്മണിക്കൽ സംഗതികൾക്കെതിരായിട്ടാണ് ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ മതവും കൊണ്ട് വന്നത്. അതൊരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് തന്നെയായിരുന്നു എന്നാണ് അംബേദ്കറിനെ പോലുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പക്ഷേ അതിനുശേഷം ഹിന്ദുമതത്തിനകത്ത് അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ സംഗതികൾക്കകത്തുണ്ടായിരുന്ന അനാചാരങ്ങൾക്കെതിരെ വന്ന ബുദ്ധമതത്തെ പിന്നീട് കാലങ്ങൾ കൊണ്ട് ലോകത്തെല്ലായിടത്തും പല രാജ്യങ്ങളായിട്ട് ഏറ്റെടുത്തിട്ട് വലിയ 4ാമത്തെ മതമായി മാറി. പക്ഷേ ഹിന്ദുമതം എപ്പോഴും അതിനകത്തേക്ക് സ്വാംശീകരിച്ച് ഞങ്ങളുടെ ഭാഗമാണ് ബുദ്ധൻ എന്നതിനു വേണ്ടി പരമാവധി ശ്രമിച്ചു. ബ്രാഹ്മണമതം സ്വാംശീകരിക്കാൻ ശ്രമിച്ചു. പലതരത്തിൽ ഫിസിക്കലായിട്ടുള്ള ആക്രമണം ഉണ്ടായി. പക്ഷേ എന്നിട്ടും ഇപ്പോൾ 50 കോടി ജനസംഖ്യയായിട്ട് അവിടെ നിലനിൽക്കുകയാണ്. അതിൻ്റെ ഒടുവിലത്തെ കാര്യമായിട്ട് മഹാബോധയിൽ അവിടെ ആളുകൾ തിരിച്ചറിഞ്ഞിട്ട് സമരമായിട്ട് വരുന്നു എന്ന് വേണം ഇതിനെ മനസ്സിലാക്കാൻ. റൈറ്റ്. അതായത് തീർച്ചയായും പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലും ശബരിമലയുടെ കാര്യത്തിലുമൊക്കെ ബുദ്ധന്മാർക്ക് ഈ വാദമുണ്ട്. കാശി മധുര ബാക്കി ഹേ ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ആഴത്തിൽ മുറിവേൽപ്പിച്ച ഒരു മുദ്രാവാക്യമാണിത്. ബാബറിക്ക് പിന്നാലെ കാശിയിലെ ഗ്യാൻവാബി പള്ളിയും മധുരയിലെ ഷാഹി ഈദ്ഗാഹ് പള്ളിയും അമ്പലങ്ങളാണെന്ന് വാദിച്ച് തീവ്ര ഹിന്ദുത്വവാദികൾ ഇന്നും മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യമാണത്. ബീഹാറിലെ ബോധ്ഗയയിൽ അത് മറ്റൊരു വിധം ആവർത്തിക്കപ്പെടുന്നു. VHPയുടെ ഇടപെടലുകളും നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളും ചേരുമ്പോൾ മഹാബോധിയിൽ നിന്ന് തങ്ങൾ പൂർണ്ണമായും പുറത്താകുമോ എന്ന് ബുദ്ധവിശ്വാസികൾ ഭയക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ബീഹാറിൽ മഹാബോധി ഒരു വിശ്വാസ പ്രശ്നം മാത്രമല്ല, രാഷ്ട്രീയ പ്രശ്നവുമാണ്. മനുഷ്യർക്ക് ആത്മീയവും ഭൗതികവുമായ വേദനയും നഷ്ടങ്ങളും ഇല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന് RDX ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇന്നത്തെ RDX ഇവിടെ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.